ഇന്നു കേട്ട ഒരു അരും കൊലപാതകം നടുക്കുന്ന ഒരു സംഭവമാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 18 വയസ്സുള്ള പെൺകുട്ടിയെ പിതാവ് വെട്ടിക്കൊന്നുവെന്ന വാർത്ത. കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമൈലയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഉമ്മർ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന സംശയം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ജുമൈലയുടെ ബന്ധുവിനും വെട്ടേറ്റിരുന്നു. സാരംഗ് സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സാരംഗ്, എന്തു കാരണത്തിനാണ് സ്വന്തം പിതാവ് മകളെ ഇത്ര ക്രൂരമായി, അല്ലെങ്കിൽ മകളെ ഇയാൾ കൊന്നുകളഞ്ഞത് എന്തിനാണ്? ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് തമിഴ്നാട് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പിതാവ് തന്നെ സ്വന്തം മകളെ, 18 വയസ്സുകാരിയായ മകളെ വീടിനകത്ത് വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് തടയാൻ ശ്രമിച്ച ബന്ധുവിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജുമൈലയും ഉമ്മറും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീടിനകത്ത് നിന്ന് കുടുംബപരമായ പല പ്രശ്നങ്ങളെ തുടർന്ന് തർക്കങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ തന്നെ എത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കൊലപാതകം നടന്നതെന്ന് തന്നെയാണ് സാക്ഷിമൊഴികളിൽ നിന്നും പോലീസിന് അന്വേഷണ സംഘത്തിന് ആദ്യ ഘട്ടത്തിൽ തന്നെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പ്രതിയെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു. പ്രതിയെ ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രതി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചു എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അത് രക്തപരിശോധനയുടെ ഫലമടക്കം വരേണ്ടതായുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫലങ്ങൾ വരുന്നതോടുകൂടി ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. നാളെ രാവിലെ തന്നെ കോടതിയിൽ പ്രതി ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ നാളെ അതിരാവിലെ തന്നെ ജുമൈലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തിന്റെ മൃതദേഹം കൈമാറുകയും ചെയ്യും. അനുശ്വരം, സാരംഗ്, ഈ പ്രതി ഉമ്മറിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? കാരണം ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെയൊക്കെ? അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത്. ചോദ്യം ചെയ്യലിൽ അയാൾ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്നത് തന്നെയാണല്ലേ മനസ്സിലാകുന്നത്? ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും ഈ രീതിയിൽ സഹകരിച്ചു പോവാത്ത ഒരു മനോഭാവമാണ് ഉമ്മറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇയാൾ ബന്ധുക്കളായും നാട്ടുകാരുമായും ഒക്കെ തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള തർക്കങ്ങളിൽ പലതവണയായി ഏർപ്പെട്ടിരുന്നതെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായ തർക്കം തന്നെയാണ് ഇപ്പോൾ മകളുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ മകളുടെ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ബന്ധുവിനും പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും അതിക്രൂരമായ അതിദാരുണമായ സംഭവമാണ് ഇന്ന് മഞ്ചേശ്വരം തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്. ശരി, സാരംഗ് സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.